എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഒരു 30 ഡേയ്സ് ചലഞ്ച് ആണ്. അതായത് 30 ദിവസത്തിനുള്ളിൽ ഹിന്ദി റീഡിംഗ് എങ്ങനെ പഠിക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇത് ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇത് പഠിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് 30 ദിവസം ഒന്ന് അറ്റൻഡ് ചെയ്യുക. അല്ലാതെ 30 ദിവസം അറ്റൻഡ് ചെയ്യാതെ ഹിന്ദി വായിക്കാൻ പഠിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് ഏത് പ്രായക്കാരായിക്കോട്ടെ, ചെറിയ കുട്ടികൾ 1-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാവാം, 2ൽ പഠിക്കുന്ന കുട്ടികളാവാം, ഇനി 4ൽ പഠിക്കുന്ന കുട്ടികളാവാം, ഇനി ഹയർ ക്ലാസ് ആവാം. ഹയർ ക്ലാസ്സിലും വായിക്കാൻ അറിയാത്ത കുട്ടികളെ നമ്മൾ സ്കൂളിൽ കാണാറുണ്ട്. അതുപോലെ പാരന്റ്സ് ആവാം. കുട്ടികളെ പഠിക്കാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് പാരന്റ്സ് ആണ് വീടുകളിൽ. പാരന്റ്സ് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് ഹിന്ദി അറിയില്ല അവനെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ അവളെ പഠിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അത് പറയണ്ട അല്ലെ. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഹിന്ദി വായിക്കാൻ പഠിക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പൊ ഇന്ന് പഠിക്കുന്ന ലെറ്റേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക. അത് ഏതെങ്കിലും ബുക്കിൽ എഴുതി വെക്കുക. കൂടെ ഞാൻ മലയാളം ലെറ്റേഴ്സ് കൂടി ഇടുന്നുണ്ട്. അപ്പൊ അതും കൂടി വെച്ചിട്ട് നല്ലപോലെ റിവൈസ് ചെയ്ത് തന്നെ പഠിക്കുക. ഡെയിലി പഠിക്കുന്ന കാര്യങ്ങൾ ഒരു നോട്ട് ബുക്കിൽ കുറിക്കാൻ മറക്കരുത്. ഇത് ഏത് ലെറ്റർ ആണ്? ആ. സ്വരാക്ഷരത്തിലെ ആദ്യത്തെ ലെറ്റർ ആണ് ആ. മലയാളത്തിലും ഹിന്ദിയിലും ആ എങ്ങനെയാണ് എഴുതുന്നതെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത ലെറ്റർ ആണ് ആ. ഓക്കെ, ആ. ഇത് സ്വരാക്ഷരത്തിലെ രണ്ടാമത്തെ ലെറ്റർ ആണ്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ എനിക്കപ്പോ അത് ലെറ്റേഴ്സിന്റെ ഉച്ചാരണവും ഒന്ന് പറഞ്ഞു പോണം. ഓർഡറിലല്ല നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഇതാണ് ഉ. സ്വരാക്ഷരം തന്നെയാണ്. ഉ എങ്ങനെയാണ് മലയാളത്തിൽ എഴുതേണ്ടതെന്നും ഹിന്ദിയിൽ എഴുതേണ്ടതെന്നും കൂടി ഇതിനൊപ്പം ഒന്ന് പഠിച്ചു പോവുക. അടുത്ത ലെറ്റർ ആണ് ക. വ്യഞ്ജനാക്ഷരത്തിലെ ക. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഓർഡറിൽ കൊടുക്കാത്തതെന്ന്. വളരെ ഇമ്പോർട്ടന്റ് ആയ ലെറ്റേഴ്സ് ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അതായത് ഈ ലെറ്റേഴ്സ് കൊണ്ടാണ് ഹിന്ദിയിൽ ഒരുപാട് വാക്കുകൾ വരുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയ ലെറ്റേഴ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ. ഇതാണ് മലയാളത്തിലും ഹിന്ദിയിലും പ. ഏതാണ് ഈ ലെറ്റർ? ഒന്നുകൂടി എൻ്റെ ഒപ്പം വായിക്കുക. പ. അടുത്ത ലെറ്റർ ആണ് വ. വ. ഇനിയിപ്പൊ നമ്മൾ പഠിച്ച വായുടെ ഉള്ളിൽ ഒരു വരയിടും അല്ലെ. അത് മുകളിൽ നിന്ന് താഴേക്ക്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ആ വര വരേണ്ടത്. അപ്പൊ ഈ ലെറ്റർ ആണ് ബ. ബലൂണിന്റെ ബായാണ് കേട്ടോ. ഭരണിയുടെ ബായും ഉണ്ട്, ബലൂണിന്റെ ബായും ഉണ്ട്. അപ്പൊ മാറിപ്പോരുത്. ഇത് ബ. അടുത്ത ലെറ്റർ ആണ് മ. ഒപ്പം വായിച്ചു പോവുക. മ. അടുത്ത ലെറ്റർ ആണ് ഠ. മിഠായി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ആ ഠായ് ആണത്. അടുത്തതാണ് ന. അടുത്തതാണ് ല. അപ്പൊ ഇത്ര ലെറ്റേഴ്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിച്ച ലെറ്റേഴ്സ് കൂട്ടിച്ചേർത്തുള്ള കുറച്ച് വാക്കുകൾ നോക്കാം. ഇവിടെ നോക്കൂ, ഫസ്റ്റ് ലൈനിൽ കൊടുത്തിരിക്കുന്നത് ആ പ്ലസ് ബ. ആ പ്ലസ് ബ. അബ്. അബാന്ന് നമ്മൾ വായിക്കില്ല. സെക്കൻഡ് ലെറ്റർ അതിന്റെ കൂടെ ചിഹ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് ഹാഫ് ലെറ്റർ ആയിട്ടാണ് വായിക്കുന്നത്. ഹാഫ് എന്ന് പറയുമ്പോൾ ബയുടെ ഹാഫ് ബ. അപ്പൊ ആ പ്ലസ് ബ അബ്. ആ പ്ലസ് ബ അബ്. സെക്കൻഡ് ലൈൻ നോക്കാം. ആ പ്ലസ് മ. ആ പ്ലസ് മ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് ലെറ്ററിന്റെ കൂടെ ചിഹ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് മായുടെ ഹാഫ് ആയിട്ടാണ്, പകുതിയായിട്ടാണ് ഉച്ചരിക്കേണ്ടത്. ആ പ്ലസ് മ ആം. ആ പ്ലസ് മ ആം. എന്റെ ഒപ്പം വായിച്ചു പോണോ കേട്ടോ. ആ പ്ലസ് ബ അബ്. ആ പ്ലസ് മ ആം. അടുത്തതാണ് ആ പ്ലസ് പ. ആ പ്ലസ് പ ആപ്. അടുത്തത് ആ പ്ലസ് ഠ. മിഠായിയുടെ ഠ. ആ പ്ലസ് ഠ ആട്. അടുത്ത നോക്കാം. നമ്മൾ പഠിച്ച ഉ ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ഉ പ്ലസ് ഠ ഉട്ട്. ഉ പ്ലസ് ഠ ഉട്ട്. നെക്സ്റ്റ് മായുടെ കൂടെ ഠ ചേരുമ്പോ എങ്ങനെ വരും നോക്കാം. മാ പ്ലസ് ഠ മഡ്. മാ പ്ലസ് ഠ മഡ്. അടുത്ത നോക്കാം. മാ പ്ലസ് ന. നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, സെക്കൻഡ് ലെറ്റർ ഹാഫ് ആയിട്ട് ഉച്ചരിക്കണം. അപ്പൊ എങ്ങനെയായിരിക്കും ഉച്ചരിക്കേണ്ടത്? മായും നായും ചേർന്ന് കഴിഞ്ഞാൽ മാ പ്ലസ് ന മൻ. മാ പ്ലസ് ന മൻ.
ഭ പ്ലസ് ന. ഭ പ്ലസ് ന എന്തായിരിക്കും? പറഞ്ഞു നോക്കൂ. ബൻ. ഭ പ്ലസ് ന ബൻ. വ പ്ലസ് ന വൻ. വ പ്ലസ് ന വൻ. ഇനി ലാസ്റ്റ് ലൈൻ നോക്കൂ. ഉ പ്ലസ് പ പ്ലസ് വ പ്ലസ് ന. ഇപ്പൊ ഇവിടെ 4 ലെറ്റേഴ്സ് വരുന്നുണ്ട്. ഇവിടെ ലാസ്റ്റ് ലെറ്റർ മാത്രമാണ് ഹാഫ് ആയിട്ട് ഉച്ചരിക്കേണ്ടത്. ഓക്കെ. ഉ പ്ലസ് പ ഉപ്പ. വ പ്ലസ് ന വൻ. ഉപ്പ പ്ലസ് വൻ ഉപവൻ. ഉ പ്ലസ് പ പ്ലസ് വ പ്ലസ് ന ഉപവൻ. അടുത്ത നോക്കാം. ന പ്ലസ് ല നൽ. ന പ്ലസ് ല ലയുടെ ഹാഫ് ഇൽ. ഓക്കെ. ന പ്ലസ് ല നൽ. അടുത്തത് ലായുടെ കൂടെ പായാണ് ചേർക്കുന്നത് ആദ്യം. പ പ്ലസ് ല പൽ. പ പ്ലസ് ല പൽ. അടുത്തത് ബ ആദ്യം ചേർത്താൽ എങ്ങനെ വരും? ബ പ്ലസ് ല ബൽ. ബ പ്ലസ് ല ബൽ. നെക്സ്റ്റ് ക ചേർത്ത് നോക്കാം. ക പ്ലസ് ല കൽ. ക പ്ലസ് ല കൽ. അടുത്ത നോക്കാം. ക പ്ലസ് മ കം. ക പ്ലസ് മ കം. ക പ്ലസ് മായ്ക്ക് പകരം ല ചേർത്തു. ക പ്ലസ് മ കം ആണെങ്കിൽ ക പ്ലസ് ല കൽ. ക പ്ലസ് ല കൽ. ഇനി 3 ലെറ്റർ വേർഡ് ആണ് വരുന്നത്. ക പ്ലസ് മ പ്ലസ് ല. ഇവിടെയും ലാസ്റ്റ് ലെറ്റർ ആണ് ഹാഫ് ആയിട്ട് ഉച്ചരിക്കേണ്ടത്. ക പ്ലസ് മ പ്ലസ് ല ക മ ൽ കമൽ. ക പ്ലസ് മ പ്ലസ് ല കമൽ. ഇനി ചെറിയ വ്യത്യാസമുണ്ട്. ക പ്ലസ് ല പ്ലസ് മ കലം. ക പ്ലസ് ല പ്ലസ് മ കലം. ക പ്ലസ് ബ കബ്. ക പ്ലസ് ബ കബ്. വ പ്ലസ് ക വക്. വ പ്ലസ് ക വക്. ഇനിയിപ്പോ പഠിച്ച വാക്കുകൾ നമുക്ക് ഒന്നുകൂടി വായിച്ചു നോക്കാം. അബ്, ആം, ആപ്, ആട്, ഉഡ്, മഡ്, മൻ, ബൻ, വൻ, ഉപവൻ, നൽ, പൽ, ബൽ, കൽ, കലം, കമൽ, കബ്, വക്. അപ്പൊ ഇത് നിങ്ങൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. ഇത് എഴുതിയെടുത്തിട്ടുണ്ടല്ലോ നിങ്ങൾ ബുക്കിൽ. അപ്പോൾ എഴുതിയെടുക്കണം, അത്യാവശ്യമാണത്. എഴുതിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസിയാ. പിന്നെ ഈ വീഡിയോ കാണണം എന്നില്ല. അപ്പോൾ ഡെയിലി നിങ്ങൾ ഈ ഓരോ ദിവസത്തെ വീഡിയോസ് കാണുന്നതിന് മുമ്പ് ബുക്കിൽ നോക്കി ഒന്നുകൂടി വായിച്ചു നോക്കിയിട്ട് വേണം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ. അപ്പൊ ഇവിടെ നമ്മൾ സ്വരാക്ഷരങ്ങൾ ആണ് കൊടുത്തിരിക്കുന്നത്. അ ആ ഇ ഈ ഉ ഊ ഋ എ ഐ ഓ ഔ അം അഹ. ഓക്കെ. ഇതിൽ നമ്മൾ ആ ആ ഉ ഈ 3 ലെറ്റേഴ്സ് സർക്കിൾ ചെയ്തിരിക്കുന്ന 3 ലെറ്റേഴ്സ് ആണ് നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോയില് സ്വരാക്ഷരങ്ങളിൽ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അത് ആ 3 സ്വരാക്ഷരങ്ങൾ നിങ്ങൾ ബൈ ഹാർട്ടായിട്ട് പഠിക്കുക, മറക്കാതിരിക്കുക. അതുപോലെ വ്യഞ്ജനാക്ഷരങ്ങള് ക ഖ ഗ ഘ ങ ച ഛ ജ ജ ഞ ട ഠ ഡ ഢ ണ ത ഥ ദ ധ ന പ ഫ ബ ഭ മ യ ര ല വ ശ ഷ സ ഹ ക്ഷ ത്ര ഗ്യ ശ്ര. അപ്പൊ ഇത് വ്യഞ്ജനാക്ഷരങ്ങളാണ്. ഇവിടെ ഇന്ന് പഠിച്ചിരിക്കുന്ന വ്യഞ്ജനാക്ഷരങ്ങളാണ് ഇവിടെ സർക്കിൾ ചെയ്തിരിക്കുന്നത്. ക ഠ ന പ ബ മ ല വ. അപ്പൊ ഇതെല്ലാ വീഡിയോയിലും ലാസ്റ്റ് നമ്മൾ ഇങ്ങനെ റിവിഷൻ ചെയ്യും. സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും വായിച്ചു പോകും. അതുപോലെ നമ്മൾ ഓരോ വീഡിയോയിലും പഠിക്കുന്ന സർക്കിൾ ചെയ്ത എല്ലാ ലെറ്റേഴ്സും ഒന്നുകൂടി നമ്മൾ എല്ലാ വീഡിയോയുടെ എൻഡിങ്ങിലും ഇതുപോലെ റിവൈസ് ചെയ്യും.
അപ്പോൾ 30 ദിവസം ആവുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ലെറ്റേഴ്സും നല്ലപോലെ ബൈ ഹാർട്ട് ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ അടുത്ത ഡേ 2 ചലഞ്ച് വീഡിയോ നെക്സ്റ്റ് ഡേ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും അത് കാണുക. അടുത്ത വീഡിയോയിൽ കാണാം.